രാവിലെ വീട്ടിൽ നിന്ന് പിന്നെ കുട്ടി എഴുന്നേൽക്കുന്നൊരു സമയം 7 മണി 7:30 അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടി എണീറ്റപ്പം തന്നെ മോളും 1 വയസ്സുള്ളൊരു ചെറിയൊരു മോനും ഉണ്ട്. അപ്പോൾ ഒരു രണ്ടാളും എണീച്ചപ്പോൾ വൈഫ് എണീക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് തലേൻ്റെ അടുത്തായിട്ട് പിന്നെ ഒരു വലിയൊരു വെള്ളിക്കട്ടൻ പാമ്പിനെ അവിടുന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വീണ്ടും വീടൊക്കെ നന്നാക്കി. ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. അതിന് ശേഷം പിന്നെ വീട്ടിൽ രാത്രിയായി ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോകേണ്ടിയിട്ട് അകത്തുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും ഒന്നിനെ കിട്ടി. അതിന് ശേഷം റൂമെല്ലാം ഒന്ന് അരിച്ച് പെറുക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം പിന്നെയും വീണ്ടും ഒന്നിനെ കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് 5 എണ്ണത്തിനെയാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ കിട്ടിയത്. കുട്ടികൾ ഒരു വയസ്സുള്ളൊരു മോനും ഒരു മോളുമാണുള്ളത്. മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഫുള്ള് അകത്തുനിന്ന് തന്നെയാണ് കിട്ടിയത് പാമ്പിനെ. ഇപ്പം നമ്മളെ ഇടവലത്തുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ചോലായ്മാനോട്ടം, വിജീഷി, നഖിലേഷി എല്ലാവരും അങ്ങനെ രംത്ത് എല്ലാവരും സഞ്ജു എല്ലാവരും വന്ന് നല്ല ഹെൽപ്പ് എല്ലാവരും നല്ല ഹെൽപ്പ് ചെയ്ത് തന്ന്. വീടിൻ്റെ അകത്ത് കോണിക്കൂടിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ടായിരുന്നു. അത് എല്ലാവരും നാട്ടുകാർ എല്ലാവരും സഹായിച്ച് ആ കോൺക്രീറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് സഹായിച്ച് തന്നിട്ടുണ്ട്. എല്ലാവരും നല്ലോണം ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഭയമാണ്. കാരണം 1 വയസ്സ് ചെറിയൊരു മോനാണ്. അതുപോലെ തന്നെ മോളും ഉണ്ട്. മോളെ ഇപ്പം തന്നെ ഞാൻ ഓളെ വീട്ടിലേക്ക് പറഞ്ഞാച്ചി. പേടി കൊണ്ട് ഞാളിനി തറവാട്ടിലേക്ക് പോകേണ്ട പരിപാടിയിലാണ്. ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ചോദിച്ചവരൊക്കെ.